എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? എനിക്കിപ്പോൾ എന്താണെന്നറിയില്ല, എൻ്റെ മണി പ്ലാനൊക്കെ ഭയങ്കരമായിട്ട് വളരണു. ഇനിയിപ്പോൾ പുതിയ ചട്ടിയൊക്കെ വാങ്ങിച്ച് കണ്ട നന്നായിട്ട് വളരുന്നുണ്ട്. ഞാനൊരു ട്രിക്കാട്ടോ ഉപയോഗിച്ചേ. ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടതാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നേരത്തെ എനിക്കൊന്നും ചെടിയൊന്നും വളർത്തിയാൽ ഒന്നും ശരിയാവില്ലായിരുന്നേ. കണ്ടോ, ചട്ടി കുറേ ആയി. ഇനിയിപ്പോൾ പുതിയ ചട്ടിയും മണ്ണും വാങ്ങിച്ചിട്ട് അതിനകത്തൊക്കെ വെക്കണം കേട്ടോ. അന്നേരം ഞാൻ ഉപയോഗിച്ച ട്രിക്ക് എന്നാന്ന് പറയട്ടെ. നമ്മുടെ മുട്ടയുടെ തോടില്ലേ, അത് വെള്ളത്തിലിട്ടിട്ട് 24 hours വെച്ചിട്ട് എല്ലാത്തിലും കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കും. അന്നേരം നന്നായിട്ട് ഗ്രോത്ത് വരുന്നുണ്ട്. പിന്നെ വെള്ളത്തിലിടുന്ന മണി പ്ലാന്റ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. വെള്ളത്തിലിട്ട് വെക്കുന്ന മണി പ്ലാന്റ് ഒരു 2 ദിവസം കഴിയുമ്പോൾ ആ വെള്ളം ഒന്ന് മാറ്റി വേറെ വെള്ളം ഇടണം. അന്നേരം എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെ വീട്ടിലെ മണി പ്ലാന്റൊക്കെ നന്നായിട്ട് വളരണ്ട. എനിക്കിപ്പോഴാട്ടോ റീസെൻ്റ്ലിയാണ് ഇതൊക്കെ സംഭവിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഒരു സംഭവമായിട്ട് ഞാൻ പറയണത് കേട്ടോ. എനിക്ക് ആ മുട്ടത്തോടിൻ്റെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്നേരം ഇന്നത്തെ നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണ്, ക്യാപ്സിക്കം 3 കളറുണ്ട്, പിന്നെ കോളിഫ്ലവർ ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, ലീഫുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബ്രക്കോളി ഉണ്ട്, ഇത്ര സാധനം ഉണ്ട് കേട്ടോ. അന്നേരം ഞാനൊരു ബൗള്, ഇതെൻ്റെ ലഞ്ചാണ്. ഒരു ബൗളുണ്ട്, കളർഫുള്ളാണ്, നല്ല രസമില്ലേ, എനിക്കിഷ്ടമാട്ടോ. പിന്നെ മുട്ട, ഈ മുട്ടയുടെ മേളിൽ പെപ്പറും ഉപ്പിടണമെന്ന് ഓർത്ത് മറന്നുപോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ പോയി എടുക്കാനങ്ങ് മടി. അന്നേരം പിന്നെ ഇങ്ങനെ തന്നെ കഴിക്കാമെന്ന് ഓർത്ത്. അന്നേരം ഇതിനകത്ത് ഞാൻ ഇത്തിരി ഓയിൽ കൂടിയിട്ടുണ്ട്. ആ സ്പ്രേ ബോട്ടിലും തീർന്നായിരുന്നു, പിന്നെ വാങ്ങിക്കാൻ മറന്നു. അന്നേരം പിന്നെ ഞാനിങ്ങനെ ബോട്ടിലിൽ നിന്ന് ഒഴിച്ചപ്പോൾ കുറച്ച് ഓയിൽ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തിളങ്ങിയിരിക്കും ഓയിലിൻ്റെ ഇത്. അന്നേരം ഒരു ദിവസമല്ലേ പൊട്ടേന്ന് ഓർത്തിയത്. അന്നേരം അതിനകത്ത് ഞാൻ പെപ്പർ ഇട്ടിട്ടുണ്ട്, ഉപ്പും ഇട്ടിട്ടുണ്ട്, പിന്നെ ഒന്നും ഇട്ടിട്ടില്ല. ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. പെപ്പറും ഉപ്പും മാത്രം ഇടാവണമെന്നൊന്നും ഇല്ല കേട്ടോ. എനിക്കിഷ്ടമുള്ള മസാല ഇടാം. അധികം മസാല ഇടാത്തതാണ് എപ്പോഴും നമ്മുടെ സ്കിന്നിനും ഒക്കെ നല്ലത്. അതുകൊണ്ട് അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മുട്ട, അയ്യോ മുട്ട ഓടിപ്പോവാണ് കണ്ടോ. ഇങ്ങനെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ഇതാണ് എൻ്റെ ലഞ്ച്. രാവിലെ ഞാൻ കഴിച്ചത്, രാവിലെ എണീറ്റ വഴിയും പിന്നെ വെള്ളരിക്ക ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു. പിന്നെ 3 ഡേറ്റ്സിൻ്റെ തലേദിവസം വെള്ളത്തിലിട്ട് അതിൻ്റെ ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് അത് കുടിച്ചു. അതിൻ്റെ ആ ബാക്കിയുള്ള ഡേറ്റ്സ് മോൻ്റെ ഓട്സിലിട്ടു. പിന്നെ ഇത് പിന്നെ ഞാൻ കഴിച്ചതിന് പുട്ടും പഴം, റാഗി പുട്ടാണ് കേട്ടോ കഴിച്ചത്. അതും പഴം, ഒരു ആപ്പിളും കഴിച്ചു. അതാണ് രാവിലത്തെ. പിന്നെ ഇപ്പോൾ ഞാൻ 2 ലിറ്റർ വെള്ളവും കുടിച്ചു. ഇപ്പോൾ 2 മണിയാകുമ്പോൾ ഇവിടെ. പിന്നെ നമ്മുടെ ലഞ്ചിടാം കണ്ടില്ലേ. ഡിന്നർ എന്താണെന്ന് ആലോചിച്ചിട്ടില്ല. സലാഡായിരിക്കാം, അല്ലെങ്കിൽ 4 മണിക്ക് ഒരു ജ്യൂസ് കുടിക്കുമായിരിക്കും, അങ്ങനെ വല്ലതായിരിക്കും. അന്നേരം ഇന്നത്തെ വീഡിയോ ഫിനിഷ്ഡ്. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഇന്ന പച്ചക്കറി ഇടണമെന്ന് നിങ്ങളുടെ ഫ്രിഡ്ജിലുള്ള എല്ലാം അങ്ങ് എടുത്തിട്ടോ. ഗ്രീൻ പീസ് വരെ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അന്നേരം അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ.